കൂടിക്കാഴ്ചകളെല്ലാം പോറ്റി ക്ഷണിച്ചിട്ടെന്ന അടൂർ പ്രകാശിന്റെ മൊഴി. കണ്ട തീയതികളിൽ വ്യക്തതയില്ല, വീണ്ടും ചോദ്യം ചെയ്യാനും സാധ്യത. വീട്ടിലും ബംഗളൂരുവിലും പോറ്റിയെ കണ്ടിട്ടുണ്ട്. കൂടിക്കാഴ്ചകളെല്ലാം പോറ്റി ക്ഷണിച്ചത് പ്രകാരമായിരുന്നു. ദില്ലിയിൽ പോകാനും പോറ്റിയാണ് ക്ഷണിച്ചത്. എന്നാൽ കണ്ട തീയതികൾ വ്യക്തമായി ഓർമ്മയിലില്ലെന്നും അടൂർ പ്രകാശ് മൊഴി നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഒന്നുമില്ലെന്ന UDF കൺവീനർ അടൂർ പ്രകാശ് വീട്ടിലും ബംഗളൂരുവിലും പോറ്റിയെ കണ്ടിട്ടുണ്ട്. കൂടിക്കാഴ്ചകളെല്ലാം പോറ്റി ക്ഷണിച്ചത് പ്രകാരമായിരുന്നു. ദില്ലിയിൽ പോകാനും പോറ്റിയാണ് ക്ഷണിച്ചത്. എന്നാൽ കണ്ട തീയതികൾ വ്യക്തമായി ഓർമ്മയിലില്ലെന്നും അടൂർ പ്രകാശ് മൊഴി നൽകി. അതേസമയം മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അടൂർ പ്രകാശിനെ SIT വീണ്ടും ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുപ്പവും സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ 2.5 മണിക്കൂറാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം രാവിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് UDF കൺവീനറും MP-യുമായ അടൂർ പ്രകാശിനെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ചോദ്യം ചെയ്തത്. പോറ്റിക്കൊപ്പമുള്ള ഫോട്ടോകൾ പുറത്തു വന്നപ്പോൾ തന്നെ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ SIT തീരുമാനിച്ചിരുന്നു. അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കമുണ്ടായത്. പോറ്റിയും കേസിന്റെ മറ്റൊരു പ്രതി ഗോവർദ്ധനും ദില്ലിയിലെത്തി സോണിയാഗാന്ധിയെ കണ്ടപ്പോഴുള്ള ഫോട്ടോയിലും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഉണ്ട്. കർണാടകയിലുള്ള ബന്ധത്തിലൂടെയാണ് സോണിയെ കണ്ടതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരുന്നു. ഇതേക്കുറിച്ച് SIT അടൂർ പ്രകാശിനോട് ചോദിച്ചു. പോറ്റിയുമായുള്ള ബംഗളൂരു കൂടിക്കാഴ്ച, അന്നദാന ചടങ്ങിലും പോറ്റിയുടെ വീട്ടിലെ ചടങ്ങുകൾ എന്നിവയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടായി. സംഭാവനകൾ വാങ്ങിയിട്ടുണ്ടോ എന്നും ചോദിച്ചു. എന്നാൽ SIT നീക്കത്തിൽ നിന്ന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ എന്ന ആരോപണം ഉന്നയിക്കുകയാണ് അടൂർ പ്രകാശ്. അതേസമയം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും സൂചനയുണ്ട്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഉണ്ടാകും. VSSCയുടെ അന്തിമ ശാസ്ത്രീയ പരിശോധനാ ഫലം എത്തിയാൽ അന്തിമ കുറ്റപത്രം തയ്യാറാക്കും.